നമസ്കാരം, വെൽക്കം ബാക്ക്. നിങ്ങൾ ഇറക്കിയ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞാലും സംഭവം നമ്മുടെ പയ്യൻ തന്നെയാണ് അഖിൽ. അല്ലേ അഖിലേ? അതെ. അല്ല, അപ്പൊ ഇന്ന് എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞങ്ങളെ ഞെട്ടിക്കാൻ വേണ്ടി ആ ടീം കഷ്ടപ്പെട്ട് ഇറക്കിയതാണ് അഖിൽ. അപ്പൊ വെറൈറ്റി എന്തെങ്കിലും സംഭവങ്ങളാണോ? വെറൈറ്റി ആണ്. ഇന്ന് സ്പോട്ട് ഡബിങ്ങിൽ ചെറിയൊരു എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്. എന്താണ് എക്സ്പെരിമെന്റ്? അത് നമ്മുടെ ടോം ആൻഡ് ജെറി, ടോമിന്റെ ഒരു റൊമാൻറ്റിക് കുറച്ച് കോമഡി മറ്റിങ്ങനെ വണ്ടി സീക്വൻസ് ചെയ്യുന്നുണ്ട്. അയ്യോടാ. പിന്നെ അല്ലു അർജുന്റെ മലയാളം വേർഷൻ വോയിസ് ഉണ്ടല്ലോ, ഒറിജിനൽ വേർഷൻ വോയിസും രണ്ടും സ്വിച്ച് ചെയ്ത് വരുന്ന വിഷ്വൽസ്. പിന്നെ രാജുവേട്ടൻ പൃഥ്വിരാജിന്റെ ഇതുവരെ കേൾക്കാത്ത മോഡുലേഷൻ ആണ് ആടുജീവിതം ഫിലിമിലുള്ളത്. ആ ഒരു സീക്വൻസ് ഇതെന്താണെന്നറിയോ, ഈ പേരിൽ അഖിലുണ്ടോ എക്സ്പെരിമെന്റ് തയ്യാറാവും. ഓ, പക്ഷെ അതെല്ലാം വിജയിക്കും ഇവിടെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പേരിൽ അഖിലാണെങ്കിലും സൗണ്ടില് ടൊവിനോ കേട്ടില്ലേ? സൗണ്ട് അത് കേട്ടില്ലേ അലീന പറഞ്ഞ കാര്യം? എന്റെ കൗണ്ടർ പറഞ്ഞ കൗണ്ടർ ഞാൻ അലീനനെ ശ്രദ്ധിച്ചില്ല. അഖിൽ ജയിക്കും. ഏത് അഖിൽ? ഈ അഖിൽ. തോൽവി ഞങ്ങളുടെ കൂടെയാണ്. ഈ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ ഗ്രൂപ്പിസും ഉണ്ട്. അല്ല, അവരുടെ വീട്ടിലെ പേരാണെങ്കിലും സർട്ടിഫിക്കറ്റ് വേറെ നല്ല പേരാണ്. ശ്രീവിദ്യ എന്താ പറഞ്ഞ? തോൽവി ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന്. അറിയാം. തോൽവിയുടെ പടികൾ ചവിട്ടിയ ജയത്തിലേക്ക് അത് തോൽവി അവിടെ ടൊവി അവിടെ പറഞ്ഞ എനിക്കൊരു അവസരം കൊടുക്കണേ, ഒരു നല്ല കൗണ്ടർ. തോൽവി ഇവിടെ ടൊവി അവിടെ. അപ്പൊ ഇപ്പൊ ഈ ഒരു സെഗ്മെന്റില് കൗണ്ടർ സമാസമം ആയതുകൊണ്ട് നമുക്ക് അഖിലിന്റെ പെർഫോമൻസിലേക്ക് കിടക്കാം. എതിജോടത്തെ പെട്ടുകോവലന്റെ ഉണ്ടൽസിന്റെ ബ്രാൻഡ് കാതോ ചങ്കുറപ്പാനടാ, ടൺ കണക്കിന് തൊണ്ടടാ. കാണണോ ഭയ്യ? പ്ലീസ് ഭയ്യ, ഞാൻ ഡ്യൂട്ടിയിലാണു. ഞങ്ങൾക്ക് 15 നിമിഷം ടൈം ലേതു. 3 പേര് വെച്ച് വരികയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് കാര്യം തീർക്കാം. പേടിച്ചു പോയോ? ചുടോ, പെത്ത പ്രളയിച്ച് ഈ പ്രപഞ്ചം മൊത്തം മുഴുകി പോയി. ഇവിടെ താൻ മാത്രം അവശേഷിക്കുന്നുണ്ടെങ്കിലും തന്റെ മുഖത്ത് പോലും ഞാൻ നോക്കില്ല. ഇത് പുഷ്പയാടാ, പുഷ്പരാജ്. So cute. Aww. I love you. You set my soul on fire. It is not just a little spark. It is a flame, a big roaring flame. I can feel it now. പൊളി. എനിക്ക് മേല അല്ലാ അല്ലാ താടി എത്ര നാളായി, എത്ര ദിവസമായി, ഒന്നും ഓർമ്മ വരുന്നില്ല. എത്ര ദിവസം തിന്നോ, വയറ് പൊട്ടുന്ന പോലെ തിന്നോ. ഞാൻ പോവാടാ, ഇനി വരത്തില്ല. ഞെട്ടിച്ചു ശരിക്കും പറഞ്ഞ. അതില് ഞാനും ശ്വേതാജി ഒരേപോലെ എൻജോയ് ചെയ്തൊരു സാധനം എന്ന് പറയുന്നത് ടോം ആൻഡ് ജെറി. ഞങ്ങളും ടോം ആൻഡ് ജെറി ഇതുവരെ ഇങ്ങനെ സ്പോട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ രാജുവിന്റെയും നന്നായി ആടുജീവിതത്തിന്റെ ഡബിങ് സൂപ്പർവായിരുന്നു. പിന്നെ ആക്ച്വലി അല്ലു അർജുൻ എല്ലാം നന്നായിരുന്നു. പക്ഷെ ഒരു സ്റ്റാൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ആരും കാണാത്ത ഒരു ടോം ആൻഡ് ജെറിയാണ്. ഞാൻ ചെറുപ്പത്തിലെ അത് ഈ സീക്വൻസ് വരുമ്പോ ചെയ്തു നോക്കുമായിരുന്നു. വീട്ടിലെ അമ്മയുടെ അടുത്തൊക്കെ പോയിട്ട് ഡയലോഗ് പറയുമായിരുന്നു. പിന്നെ ഫ്ലോറിലൊക്കെ ചെയ്യാൻ പറ്റുന്ന വിചാരിച്ചില്ല. അന്ന് ചെയ്തത് ഇപ്പോഴാണ് ഗുണമായിട്ട് എനിക്ക്. ഓ ലവ്ലി. ഇല്ല, അതുപോലെ അല്ലു അർജുന്റെ ഒറിജിനൽ വോയിസും ജോയ് സാറിന്റെ വോയിസും ഒരേ സമയത്ത് അടിപൊളിയാണ്, സൂപ്പർ. ഞങ്ങൾ തെക്കക്കര, ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഒരു ഓളം ഉണ്ടാക്കി വരുന്നേ ഉള്ളൂ. മനസ്സിലായി. ആദ്യത്തെ ഓളം കൊള്ളാം, നല്ല അടിപൊളി വേവ്സ് ആയിരുന്നു.